ഭാരതപ്പുഴയ്ക്കിങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് കയറിയാൽ ഒരല്പം പോലും വിലയില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ മലബാറിൽ തളച്ചിടുന്ന കോൺഗ്രസിന്റെ സ്ഥിരം പ്രവൃത്തി തന്നെയാണ് ലോക്കൽ ബോഡി ഇലക്ഷനിലും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. 162 സീറ്റുകൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള 162 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിഭാവനം ഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ 3 സീറ്റാണ് കോൺഗ്രസ് ഈ മുസ്ലിം ലീഗിന് കൊടുത്തത് എന്ന് പറയുമ്പോൾ മുന്നണി മര്യാദ ലംഘിച്ചു എന്നുള്ളതല്ല, ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു എന്ന്. അതിവിധേയ സൗഹൃദം എന്നും കാത്തുസൂക്ഷിക്കുന്ന മുസ്ലിം ലീഗ് എന്ന കേഡർ പാർട്ടി UDF-ൽ അച്ചടക്കത്തോടെ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ഇങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും കോൺഗ്രസിൽ ഒരു അടിപൊട്ടിയാൽ, UDF-ലെ മുന്നണി സംവിധാനങ്ങൾ തകരാറിലായാൽ കുഞ്ഞാപ്പ എന്ന പ്രശ്നപരിഹാര ഫോർമുലയിലേക്ക് ഒതുങ്ങും UDF. കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് കയറി ചെല്ലുന്ന സഹായഹസ്തം തേടി പോകുന്നവരുടെ എണ്ണം കൂടും. അങ്ങനെ ആ വിഷയത്തെ കൊടപ്പനക്കൽ തറവാടും കുഞ്ഞാപ്പയും ഒക്കെ കൂടി പരിഹരിച്ച് സെറ്റിൽ ചെയ്തങ്ങ് കൊടുക്കും UDF-ന്. കൂടെ ചേരണോ? UDF-ൽ നിന്നൊരു പാർട്ടി പുറത്തേക്ക് പോകാൻ പോയാൽ ആദ്യം വീണ്ടും വരും പ്രശ്ന പരിഹാര തലവനായി ലീഗിന്റെ കുഞ്ഞാപ്പ. അങ്ങനെ ഈ പാർട്ടി കേഡർ പാർട്ടിയായി, ഡിസിപ്ലിൻഡ് പാർട്ടിയായി UDF-ൽ തുടരുന്നു എന്ന് മാത്രമല്ല, UDF-ന്റെ ബാക്ക് ബോണായി പോലും തുടരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നിട്ട് മലബാറിൽ തളച്ചിടുന്നു ഈ പാർട്ടിയെ. മലബാറിന് പുറത്തേക്ക് വളരണ്ട ഈ പാർട്ടി എന്ന് കാർക്കശ്യം പിടിക്കുന്നു UDF-ഉം കോൺഗ്രസും എന്നുള്ളതാണ്. നോക്കൂ, അവിടെ കേരള കോൺഗ്രസിനെ, അവിടെ CPI-യെ ഒക്കെ CPM എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന്. CPM-ന് മത്സരിച്ചാൽ പോലും വിജയിക്കാൻ സാധിക്കുന്ന നിരവധി എണ്ണമറ്റ സീറ്റുകളാണ് CPI-ക്കും കേരള കോൺഗ്രസിനും വെച്ച് വഴിമാറിക്കൊടുക്കുന്നത് CPM. അതിനാണല്ലോ മുന്നണി സമവാക്യങ്ങൾ, അതാണല്ലോ മുന്നണി മര്യാദ. അതൊന്നും പാലിക്കാതെ ലീഗിനെ മുഖത്തു നോക്കി തുപ്പാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിയുന്നു. ആ ഒരു സെയിം അവസ്ഥ തന്നെ ഇന്നും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു വലിയ കാരണമാണല്ലോ SDPI-യുടെ തെക്കൻ കേരളത്തിലെ വലിയ വളർച്ച പോലും. പല ആവർത്തി മുഖ്യധാരാ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വോക്സ് തന്നെ പല ആവർത്തി ഡേറ്റ വെച്ച് ഈ വിഷയത്തെ സംസാരിച്ചിട്ടുമുള്ളതാണ്. അപ്പോ മലബാറിൽ തളച്ചിടേണ്ട ഒരു മാപ്പിള പാർട്ടിയായി UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, ലീഗിനെ കാണുന്നത് നല്ല വൃത്തിക്ക് തുടരുന്നു എന്ന പണി ഇപ്പോഴും നടക്കുന്നു.